എന്താ അമ്മേ? നമുക്ക് ഉള്ളിമുളക് ചിക്കൻ കറി വെക്കുക. ഓ, ഉണ്ടാക്കാലോ. വീട്ടിൽ ചെറിയ ഉള്ളി ഉണ്ടാക്കി. എത്ര ഉള്ളി വേണം? വേണം 10-100 ഉള്ളി വേണം. ചൂടത്തെ നമുക്ക് വഴഞ്ഞ് നല്ലതല്ലേ. ഇപ്പൊ ഉണ്ടാക്കാം. വേറെ ഒന്നും വേണ്ട? വേറൊന്നും വേണ്ട, അത് മതി. ചോറിനകത്ത് മതി. ഓക്കെ, ശരി. ഇപ്പോൾ നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി നെടുക കീറിയത്, പച്ചമുളക് ഒരു 3-4 എണ്ണം നെടുക കീറിയത്, പിന്നെ കറിവേപ്പിൻ്റെ ഇല. ചെറിയ ഉള്ളി ഇതൊരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഞാനൊരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. മുളകും ചേർത്ത് പൊടിച്ചതാണ്. അവിടെ ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യാനുസരണം എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നന്നായിരിക്കും. എന്നുവെച്ചാൽ ഗ്രേവി കുറച്ച് കുറുകി വരണമെങ്കിൽ കാശ്മീരി വേണം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉള്ളി നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി, ഉപ്പും വെളിച്ചെണ്ണയും, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. ഒരു 1/4 മണിക്കൂറോളം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. പക്ഷേ ഇവിടെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ ചിക്കൻ ഏകദേശം ഉച്ചയായി കിട്ടിയപ്പോൾ. അപ്പോൾ പിന്നെ വേഗം പാചകത്തിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചു. ഉരുളി നല്ലോണം ചൂടാവട്ടെ. ഈ കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മറ്റുള്ള റിഫൈൻഡ് ഓയിലൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാര്യമായിട്ട് മസാലകളൊന്നും ഇതിൽ ചേർക്കില്ല. ഒരു മസാലയും നമ്മളിതിൽ ചേർക്കില്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ളതൊന്നും നമ്മളിതിൽ ചേർക്കില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ഫ്ലേവറേ മാറി വേറൊരു ടേസ്റ്റായി മാറും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് അത്യാവശ്യം വേണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ലോണം ചൂടായതിൻ്റെ ശേഷം ബാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ഈ കറി തന്നെ കേട്ടോ വയ്ക്കുക. അത് കറിയായിട്ട് നമുക്ക് നല്ല ഗ്രേവി, ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമ്മളിത് ഉണ്ടാക്കില്ല. എന്നുവെച്ചാൽ ഈ ഉള്ളിയൊക്കെ നല്ല മസാല നന്നായിട്ട് ഈ ചിക്കനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു റോസ്റ്റ് പരുവം, അങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല എല്ലാം നമ്മൾ ഇതിൽ എണ്ണയിലിട്ടു. നന്നായിട്ടൊന്ന് റോസ്റ്റ് പരുവായിട്ട്, വല്ലാണ്ട് ചുമക്കാനൊന്നും പോണ്ട. ഒന്ന് നന്നായി വഴന്ന് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നന്നായിട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ നന്നായി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഈ കറിയാണ് കേട്ടോ ഞാൻ മിക്കവാറും വെക്കാറുള്ളത്. എന്താ വെച്ചാൽ ഇത് ദേഹത്തിന് വലിയ കുഴപ്പമില്ല. ഈ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ചിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാണല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള മസാലകളും കൂടി ചേരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ദേഹത്തിന്, വയറ്റിന് തീരെ പറ്റില്ല. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. പോരാത്തതിന് നെഞ്ചെരിച്ചിലും എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പല അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാവും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് മസാലയൊന്നും അങ്ങനെ പറ്റില്ല പൊതുവേ. പിന്നെ ചൂടുകാലമായ പറയാനുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കഴിയുന്നത് ഇങ്ങനത്തെ കറി തന്നെയാണ് വെക്കാറ്. ചെറിയ ഉള്ളി പറയുമ്പോൾ പിന്നെ തണുപ്പാണല്ലോ, അപ്പോൾ പിന്നെ തണുപ്പ് നമ്മുടെ ദേഹത്തിന് നന്ന്. അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളിയാണ് മെയിൻ വേണ്ടത്. വേണമെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ ഒന്നൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ സവാള മാത്രമായിട്ട് ഇത് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കറി മധുരിക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തു. ഇത്തിരി മൂപ്പ് ഏറിയോ എന്നൊക്കെയൊരു സംശയം തോന്നുന്നു. അപ്പോൾ ഇത്തിരി വൈകിപ്പോയി. ചിക്കൻ എടുത്തേ. ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കില്ല കേട്ടോ. വെച്ചാൽ ഓൾറെഡി നമ്മളിത്തിരി വെളിച്ചെണ്ണയും ഒക്കെ കൂട്ടിയിട്ടാണ് അത് കുഴച്ച് വെച്ചിന്. ഉപ്പും എല്ലാം ചേർത്തിട്ട്, അതിൻ്റെ മസാലകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി പ്രത്യേകിച്ച് ഒരു മസാലയും ചേർക്കാനില്ല. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ കുറച്ച് ഒഴിക്കുക. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൂടി വേണം ഈ ചിക്കൻ വെന്ത് കിട്ടാൻ. അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ അത് ചിക്കൻ ഇട്ടു. ചിക്കൻ്റെ ആ വെള്ളം കുറച്ച് കഴുകി ഒഴിച്ചു. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരണം.
എല്ലാ മസാലകൾ, അതായത് പച്ചമുളകൊക്കെ നന്നായിട്ട് എല്ലായിടത്തേക്കൊക്കെ ആയി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഈ കറി പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ മിക്കവാറും ചോറിനാണ് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ അല്ലാണ്ട് ചപ്പാത്തിയോ ദോശയ്ക്കൊന്നും അങ്ങനെ അത് ചേരില്ല ഈ കറി. ഞാൻ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടുമില്ല, എനിക്ക് ചേരില്ല എന്നാണ് ഞാൻ ചോറിന് മാത്രമാണ് അത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ മാത്രമല്ല റോസ്റ്റ് പരുവത്തിൽ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കറിയായിട്ട് ചോറിന് വല്ല കറിയും വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കറിക്ക് പകരമായിട്ട് വേറൊന്നും യൂസ് ചെയ്യാത്തതും കൊണ്ട് കറിയായിട്ട് കുറച്ചൊന്ന് ലൂസാക്കും. പിന്നെ ഇതിന് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ വല്ല അച്ചാറൊക്കെ സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വാദാണതിന്. അപ്പോൾ നമ്മൾ കറി ഇളക്കി കണ്ടോ, വെള്ളം കുറേശ്ശെ ഇറങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ വെള്ളം കാര്യമായിട്ട് ഒഴിക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി അടിയിൽ പിടിക്കാതെ പ്രത്യേകം നോക്കണം. എന്നാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും മാറും. അടച്ച് വേവിക്കുക. കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി ചിക്കനിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു സ്ട്രക്ചർ. നമ്മുടെ നായക്കുട്ടി ഉണ്ട്, അവന് ഗ്യാസിൻ്റെ സൗണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ വണ്ടി വന്നതാണ്. അപ്പോൾ ഗ്യാസിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ അവൻ ഭയങ്കര കുരയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് അവൻ്റെ കുരയൊക്കെ കേൾക്കാം. അവനങ്ങനെയാണ്. ഗ്യാസ് വണ്ടി എന്തോ അവൻ്റെ ശത്രുവാണ്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇതിന് നല്ല മട്ട അരിച്ചോറിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് വെള്ള അരിച്ചോറാട്ടോ. അതുപോലെ പൊന്നി അരിച്ചോറ് ഒക്കെ കൂടുതൽ നന്നായിരിക്കും. ഇപ്പം നമ്മൾ സാമ്പാറിന് മട്ട അരിച്ചോറ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിന് കൂടുതൽ യോജിക്കുക വെളുത്ത അരിച്ചോറ്, കുറുവ, ജയ അങ്ങനെയുള്ള അരിയൊക്കെയാണ് നമുക്ക്. ഞാനിവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായി ചിക്കൻ വേവണം. ഒക്കെ നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായി ഇളക്കി വെക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ ഒരു മീൻകറി ഉണ്ടാക്കാറുണ്ട് ഞാൻ. അത് വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടേത് പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇതിൻ്റെ സൈഡ് ഡിഷ് പിന്നെ പപ്പടമാണ്. എൻ്റെ മോളത് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പപ്പടം ഞാൻ ഈ ചിക്കൻ വയ്ക്കുന്നുണ്ടോ അപ്പോൾ പപ്പടം വേണമെന്ന് നിർബന്ധമാണ്. എൻ്റെ കറിയിൽ ലേശം ഉപ്പ് കമ്മിയായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ പപ്പടം നിർബന്ധമാണ്. പിന്നെ വേറൊന്നും വേണമെന്നില്ല. ഇവിടെ എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാണ് ഈ കറി. ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ചോറ് കൂട്ടി ഉണ്ണേണ്ടതല്ലേ. അല്ല സൈഡ് ഡിഷായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ അത് നല്ലോണം ഡ്രൈ ആക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തൂളിച്ച് കൊടുക്കുകയാണ് ഞാൻ. വെളിച്ചെണ്ണ തൂളിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ കറിയിൽ വേണം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഈ കറി ഞാൻ അപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ പഠിച്ചു വെച്ചാൽ എൻ്റെ ഒരു ഏട്ടത്തിയമ്മ ഉണ്ട് കേട്ടോ. അവരെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ചിക്കൻ കറി ആദ്യമായിട്ട് കഴിച്ചിരിക്കുന്നത്. പക്ഷെ അവർ വെറും ഉള്ളി മുളക് അരച്ച് ഇതേപോലെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. എന്നാണ് എൻ്റെ ഓർമ്മ. കുറേ കാലം മുമ്പ് ഞാൻ അവർ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. അന്നെനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ ഞാനത് റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ എൻ്റേതായ ചില മാറ്റങ്ങൾ വരുത്തിയത് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലൊന്നും ഗരം മസാല ഐറ്റംസ് ഒന്നും ഇടരുത്. അപ്പം നമ്മുടെ കറിയുടെ രൂപവും ഭാവവും മൊത്തം മാറും. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തു കേട്ടോ. വെന്തു. ഇനി നന്നായി ഇളക്കി ഒന്നും കൂടി യോജിപ്പിച്ച് അതിൻ്റെ ആ പരുവം വെച്ചാൽ എത്രത്തോളം തിക്കാവണം വെച്ചാൽ അതുപോലെ തിക്കാക്കി. എന്നിട്ട് കറിവേപ്പിൻ്റെയൊക്കെ നന്നായി അത് ധാരാളം ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണ അതും കുറച്ച് നന്നായിട്ട് മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ പണിയൊന്നുമില്ല, നമുക്കത് അടച്ച് വെച്ച് അപ്പം തന്നെ സെർവ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. തണുത്ത ഈ കറി തണുക്കുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കി കഴിക്കുക. അതുപോലെ ചോറും അതേ ഒന്ന് ചൂടാക്കുക. അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കറി റെഡിയായി. ഇനി നമുക്ക് ഊണ് കഴിക്കാം.
ഇത്രയേ ഉള്ളൂ പണി. കണ്ടോ, ഇതാണ് നമ്മുടെ കറിയുടെ സ്ട്രക്ചർ. നല്ല കളർഫുള്ളായിരിക്കണം അല്ലേ?